തുർക്കിയിൽ റോഡിലൂടെ സഞ്ചരിച്ചവർ കഴിഞ്ഞ ദിവസം ഒന്ന് ഞെട്ടി. തൊട്ടില്ലെന്ന മട്ടിൽ ഒരു വിമാനം തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നു. എല്ലാവരും ഒന്ന് പേടിച്ചു. സംഗതി അല്പം സീരിയസ് ആയിരുന്നു. അശ്വജിത് സി ചേരുന്നു. ഗുഡ് മോർണിംഗ് അശ്വജിത്. ഇത് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ദിശ മാറി വിമാനം പറന്നതാണോ, ഇനി ജനങ്ങൾക്ക് അബദ്ധം പറ്റിയതാണോ? ശരിക്കും സംഭവിച്ചത് എന്താണ്? മോത്തി, ഇത് നമ്മളൊരു കൗതുകം എന്ന രീതിയിൽ തന്നെ ആ ദൃശ്യങ്ങൾ കാണാമെങ്കിലും സംഗതി അത്ര ഒരു പോസിറ്റീവ് അല്ല. ഈ പറഞ്ഞതുപോലൊരു ഭീതിജനകമായൊരു സാഹചര്യം അതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഈ വിമാനം അതൊരു മിലിറ്ററി വിമാനമാണ്, യാത്രാ വിമാനമല്ല, മിലിറ്ററി വിമാനമാണ്, എയർഫോഴ്സിൻ്റെ വിമാനമാണ്, തുർക്കി എയർഫോഴ്സിൻ്റെ വിമാനമാണ്. അത് സാങ്കേതിക തകരാർ സംഭവിച്ചുകൊണ്ടാണ് ഈ താഴ്ന്ന് പറക്കേണ്ട സാഹചര്യം വരികയും അത് ക്രാഷ് ലാൻഡ് ചെയ്യേണ്ട സാഹചര്യം വരികയുണ്ട്. അത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് നമ്മൾ ബസ്സിനൊക്കെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ബസ്സിലേക്ക് തൊട്ടില്ല എന്ന രീതിയിലാണ് ആ വിമാനം പറന്നു പോരുന്നത്. അത് ആ നഗരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ കുറച്ചു നേരം ഇങ്ങനെ താഴ്ന്നു പറക്കുകയും തൊട്ടപ്പുറത്ത് അത് ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഏതായാലും അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷേ വളരെ ടെൻഷൻ അടിച്ച് നിന്നൊരു സാഹചര്യമായിരുന്നു. നഗരം കുറച്ചു നേരം വലിയ ടെൻഷനിലായിരുന്നു. കാരണം ഇത് വിമാനം തകർന്നു വീണിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആളപായമൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആശ്വാസം. ഏതായാലും ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും ആ നഗരം, തുർക്കിയിലെ ഈ തലസ്ഥാന നഗരത്തോട് ചേർന്നുള്ള നഗരപ്രദേശമാണിത്, അവിടെ ഒരു മുൾമുനയിൽ നിന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും വിമാനം കൗതുകകരമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ തൊട്ട് മേലെ കൂടി പോകുന്ന ഉയരത്തിൽ അത്രയും താഴ്ന്ന് ഇത് പറക്കുമ്പോൾ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ്. അതിപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ മറ്റോ ആയിരുന്നു എങ്കിൽ നമുക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായേനെ. ഒന്നാമത് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ, അതുവഴി പോകുന്ന കേബിളുകൾ, ഇമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഈ പറഞ്ഞത് ഇത്രയും താഴ്ന്നു പറക്കുമ്പോൾ ബിൽഡിങ്ങുകൾ ഉണ്ടാവും, തൊട്ടടുത്ത കെട്ടിടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് മൊബൈൽ ടവറുകളോ, അങ്ങനെ പല സാഹചര്യങ്ങളുണ്ടല്ലോ. ഏതായാലും അവിടെ അങ്ങനെ അപകടങ്ങളിലൊന്നും പെടുന്ന രീതിയിലേക്ക് ഇത് പോയില്ല. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ അത് ക്രാഷ് ലാൻഡ് ചെയ്തു. പക്ഷേ എങ്കിലും സേഫായ സ്ഥലത്താണ് ക്രാഷ് ലാൻഡ് ചെയ്തത്. പക്ഷേ മോത്തി പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്നതാണ് വാർത്ത വരുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു കൗതുകവും ഒപ്പം തന്നെ ഒരല്പം ടെൻഷനും ഭീതിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ഒരു ആശ്വാസം അല്ലേ?